എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ റിസോർട്ടിലെ സ്റ്റേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു അടിപൊളി റിസോർട്ടായിരുന്നു, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു. നല്ലൊരു സ്റ്റേ ആയിരുന്നു. എന്തായാലും നല്ല ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു അവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അലൈൻ സൂ ആണ്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, കാരണം രുദ്രയ്ക്ക് ആനിമൽസിനെ കുറേ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ട്. ഈ അലൈൻ സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ ഒപ്പം വോയിസ് ഓവറിൽ പറയാം. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നോ അറിയണില്ല. നല്ല തണുത്ത ക്ലൈമറ്റ്, അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മഴ, വൈകുന്നേരം മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കാണാണ്ട്. അറിയില്ല, പോകുമ്പോൾ നമുക്ക് മഴ കിട്ടുമോ നോക്കി നോക്കാം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി സൂ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. കണ്ടില്ലേ, ആകാശത്തൊക്കെ കാർമേഘങ്ങളൊക്കെ ആകെ ഒരു അടഞ്ഞു മൂടിയ തരം ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷേ എങ്കിൽ കൂടെ ഒരു സുഖമുള്ള ഒരു ക്ലൈമറ്റ്. അങ്ങനെ കുറച്ച് നേരത്തെ ഒരു മൗണ്ടൻ വ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു ജേർണിക്ക് ശേഷം നമ്മളിതാ സൂവിലെത്തിയിട്ടുണ്ട്. ഇതാണ് അലൈൻ സൂ. ഒരു വലിയൊരു ഹ്യൂജ് പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ ഈ അലൈൻ സൂവിൻ്റെ. അത് നമുക്ക് കൂടുതൽ ഉള്ളിലേക്ക് പോയാൽ തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ, ഒട്ടും തന്നെ തിരക്കില്ല. കണ്ടില്ലേ, കൗണ്ടറിലൊന്നും ആരും ഇല്ല അധികം. നമുക്ക് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ ടിക്കറ്റ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റി. ഈ ഒരു സൂവിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, അലൈനിൽ ജബൽ ഹഫീത്ത് എന്ന് പറയുന്ന മൗണ്ടൻ്റെ താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 400 ഹെക്ടർ അല്ലെങ്കിൽ 990 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു സൂ ആണ് ഈ ഒരു അലൈൻ സൂ. അങ്ങനെ നമ്മൾ സൂവിൻ്റെ ഉള്ളിൽ കയറി ഫസ്റ്റ് തന്നെ ഏത് ഡയറക്ഷനിൽ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ആദ്യം തന്നെ ചീറ്റയെ കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത് മാത്രമല്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ കാണുകയും ചെയ്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ചെറിയൊരു സ്പേസ് അല്ല കേട്ടോ ഇവിടുത്തെ ആനിമൽസിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഓരോ പെർട്ടിക്കുലർ ആനിമൽസിനും വളരെ വിശാലമായിട്ടുള്ള, അവർക്ക് ഓടിക്കളിച്ച് നടക്കാനുള്ള ഒരു സ്പേസ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ചീറ്റ, ടൈഗർ ഇവരൊക്കെ ഒന്ന് കണ്ടു കിട്ടണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ട്, നമുക്ക് ചീറ്റയെ കാണാൻ പറ്റി. ഒന്നല്ല 2 ചീറ്റ നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഈ ടി വിയിലൊക്കെ നമ്മളിങ്ങനെ ഈ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററീസും അങ്ങനത്തെ ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് ഒരു വേലിയുടെ അപ്പുറം ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു കൗതുകം തന്നെയാണ് കേട്ടോ. അതിന് നമ്മൾ കുട്ടികളാവണമെന്നൊന്നുമില്ല, എത്ര വലിയ ആളുകളാണെങ്കിലും ഇതിനോടൊക്കെ കുറച്ച് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അതും റിലാക്സ് ചെയ്ത് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ചീറ്റ അവിടെ കിടന്ന് ഓടി കളിക്കുന്നതും ഇരിക്കണതൊക്കെ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ആശാനെയാണ്, ജിറാഫ്. രുദ്രെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും വലിയൊരു സൂവിലേക്ക് കൊണ്ടുവരുന്നത്. അവനൊന്ന് ഒരു കണ്ടാൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രായം, അല്ലെങ്കിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രായമാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഒരു അലൈൻ സൂവിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ അവൻ്റെ ആ മുഖത്തെ ഒരു എക്സ്പ്രഷനും അവനൊരു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളും അവനും ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഭയങ്കര വലിയൊരു സ്പേസ് തന്നെയാണ് കൊടുക്കുന്നുണ്ട് എന്ന്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഗൊറില്ലയാണ് ഈ കാണുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായതും കൗതുകം തോന്നിയിട്ടൊക്കെ ഉള്ളത് ഇവരെ കണ്ടപ്പോഴാണ് കേട്ടോ. ഗൊറില്ല മൂവീസൊക്കെ കണ്ടിട്ടുണ്ടെച്ചാലും നേരിട്ട് ഇവരെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ 4 ഗൊറില്ലയാണ് ആകെ മൊത്തം ഉള്ളത്. ഒരാളിതേ കിടക്കുന്നു, ഒരാളിതാ ഒരു വിഷാദമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. മൂപ്പർക്ക് എന്തോ ഒരു വിഷമമുണ്ട്. പിന്നെ 2 പേര് അവിടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് നമ്മളിന്നും അത്ര കാര്യമായിട്ട് പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഈ സൂവിൽ വന്നിട്ട് ഏറ്റവും തിരക്ക് കൂടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്കിവിടെ അനുഭവപ്പെട്ടു കേട്ടോ. കണ്ടവരാരും തിരിച്ചു പോകുന്നില്ല, അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇവരെ നോക്കി നിന്ന സമയം പോണതും അറിയില്ല. ഏതാണ്ട് രുദ്ര നോക്കി നിൽക്കുന്ന പോലെയാണ്. ഈ ഒരു കാഴ്ചയിൽ നിന്ന് അവനെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ കുറച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഞങ്ങളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇവരെ ഇങ്ങനെ നേരിട്ട് കാണുന്നതൊക്കെ നല്ല രസമാണ് അല്ലേ.
പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് മനസ്സിൽ ആ നേരത്ത് വന്നൊരു ചിന്തയാണ് കേട്ടോ, ഇവർ ഈ മരത്തിൻ്റെ മുകളൊക്കെ തൂങ്ങിയിട്ടും ഓടിക്കളിച്ചിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരല്ലേ, ഇവരെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിടുമ്പോൾ അവർക്കും ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവില്ലേ? എന്താല്ലേ മനുഷ്യന്മാരുടെ ഓരോ ആഹ്ലാദത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദേ മൂപ്പർ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഞെട്ടിട്ടോ. പിന്നെ എന്നെ അധികം പേടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു മൂപ്പര് പുറത്തേക്ക് പോയി. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതാ അടുത്ത ഏരിയയിലേക്ക് മൂവ് ഓൺ ചെയ്യാണ് കേട്ടോ. കാരണം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. ഇവിടെ കണ്ട് മുഴുവൻ തീരണമെങ്കിൽ തന്നെ അത്യാവശ്യം ഒരു ദിവസത്തിൻ്റെ അടുത്തെടുക്കും. അങ്ങനെ നമ്മളിതാ ഇനി കാണാൻ പോകുന്ന ആൾക്കാരാണ് മങ്കീസ്. ഈ സൂല് പല വിഭാഗത്തിൽ പെടുന്ന മങ്കീസിനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഏത് വിഭാഗമാണെന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ. ഈ ഒരു സൂല് കണ്ട എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ അത് ഒരുപാട് മണിക്കൂർ ദൈർഘ്യം ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാനൊരു ചെറിയ വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, എല്ലാ ആനിമൽസിനെയും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിവിടെ വന്നാൽ കാണാൻ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതേപോലെ ഓരോ മുക്കിലും മൂലയിലൊക്കെ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമായിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരാൾ കണ്ടില്ലേ വായ തുറന്നു വെച്ചിരിക്കുന്നത്. പണ്ട് എവിടെയോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മുതലകളൊക്കെ ഇങ്ങനെ കുറേ നേരം വായ തുറന്നു വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ സീക്രട്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നില്ലേ? നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും എവിടെയെങ്കിലും ഞാൻ നന്നാക്കണം എന്നുള്ള തോന്നുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്താണെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും അതൊക്കെ കാണുമ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ. അതുമാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയും കുറച്ച് പേര് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമ്മളുടെ അതിഥി, നമ്മളുടെ വാവ സുരേഷ് പറയുന്ന പോലെ ഈ ഒരു വലിയ അതിഥിയെ നിങ്ങൾ കാണുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിൽ ഒരാളേ ഉള്ളൂ എന്നാണ് കേട്ടോ തോന്നുള്ളൂ. പക്ഷേ 2 പേര് ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇത്ര തൊട്ടടുത്ത് കാണുമ്പോൾ നെഞ്ചിൻ്റെ ഉള്ളൊക്കെ ചെറിയൊരു ഖനം പോലെ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. കുറേ ആനിമൽസിനെ ഈ നേരം കൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ്, ഈ ഒരു ചില്ലിൻ്റെ അടുത്ത് നിന്നപ്പോഴാണ് രുദ്രയ്ക്ക് കുറച്ചെങ്കിലും ഒരു പേടി ഞാൻ ഫീൽ ചെയ്തത്. അവന് അതിൻ്റെ അടുത്ത് നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത പോലെ. അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ വേഗം സ്ഥലം കാലിയാക്കി. ഇവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന കുറച്ച് മാനുകളെയും കുറച്ച് പ്രത്യേക തരം ആനിമൽസിനെയൊക്കെ കണ്ടു കേട്ടോ. കുറച്ച് നേരം നമ്മുടെ കണ്ണുകൾക്ക് ഈ വൈൽഡ് കാഴ്ചകളിൽ നിന്ന് ഒരു റെസ്റ്റ് കൊടുക്കാം അല്ലേ? ഇവിടെ ഒരു ലേണിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒരുപാട് കാഴ്ചകൾ, ഈ ഒരു മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഒരുപാട് ഇൻഫർമേഷൻസൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് ഒരുപാട് കണ്ട് മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാനും പിന്നെ ഒരുപാട് സൗണ്ട് എഫക്ട്സ് ഒക്കെ അവരോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇവിടെ വന്നാൽ ആരും മിസ് ചെയ്യരുത്. കാരണം ഇങ്ങനെ ഈ ആനിമൽസിനെയൊക്കെ കണ്ടു നടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു പ്രസൻറ്റേഷൻ കാണാനുള്ള ഒരു ചിലപ്പോൾ ആർക്കും തോന്നണമെന്നില്ല. പക്ഷേ ആരും ഈ ഒരു ഏരിയ മിസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ശരിക്കും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാനും അറിയാനും സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ അവർ കൊടുത്തിരിക്കുന്നത് ഒരു മൗണ്ടനിൽ പോയാൽ എന്തൊക്കെ ജീവികളെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ആനിമൽസ് ആ ഒരു മൗണ്ടൻ താമസിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, അതൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ. പിന്നെ ഒരു ചെറിയൊരു മൂവി പോലെ ഒരു തിയേറ്റർ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ അടുത്ത കാഴ്ചകളിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത്രയും കാഴ്ചകൾ കണ്ടപ്പോഴേക്കും ഞാൻ ശരിക്കും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും ഏരിയ നമ്മളിപ്പോൾ തന്നെ നടന്ന് തീർത്തിട്ടുണ്ട്. ഇനിയും കാഴ്ചകൾ കാണാൻ കിടക്കുകയാണ് കേട്ടോ. പക്ഷേ എല്ലാ കാഴ്ചകളും ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കാരണം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പല ഏരിയാസും ഞങ്ങൾ ജസ്റ്റ് കണ്ട് അങ്ങോട്ട് തീർത്തിട്ട് ഓടി പോവായിരുന്നു കേട്ടോ. കാരണം അല്ലെങ്കിൽ ഈ കാഴ്ചകൾ അടുത്തൊന്നും തീരില്ല എന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി. ടൈഗറിനെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും മൂപ്പര് നമുക്ക് ഒരു ദർശനം പോലും തന്നില്ല. എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് ഒരു പിടിയില്ല. അങ്ങനെ ഞങ്ങൾ മടുത്ത് അടുത്ത കാഴ്ചകൾ കാണാൻ പോന്നു.
ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഓരോ ആനിമൽസിനെയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അവരെ കണ്ടിട്ട് എനിക്ക് പോലും തലയ്ക്ക് എന്തോ ഒരു ഭാരം പോലെ തോന്നി. അത്രയും വലിയ വളഞ്ഞ കൊമ്പൊക്കെ. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാത്ത, നമ്മൾ എത്തിപ്പെടാത്ത എത്ര എത്ര കാഴ്ചകളുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്ന പോലെ ഉണ്ടല്ലേ. ശരിക്കും ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കയറി വരും. അതുകൊണ്ടാണ് കാര്യമാക്കണ്ട കേട്ടോ. രുദ്ര കുറേ നേരം സ്ട്രോളറിലിരുന്നും ഓടി നടന്നിട്ടും കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ അതേ ലാസ്റ്റ് തോളിലേക്ക് എത്തിയിട്ടുണ്ട്. ലക്ഷണം വെച്ച് നോക്കുമ്പോൾ അവനും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. 4000-ലധികം ആനിമൽസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ ഒറ്റയടിക്ക് കണ്ടു തീർക്കാന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ നടന്ന് ഇവരെയൊക്കെ കാണാന്നുള്ളത്. റിലാക്സ് ചെയ്ത് നടന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു പരിധി വരെ ഞങ്ങൾ സക്സസ് ആയിരുന്നു. ലാസ്റ്റൊക്കെ എത്താറായപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് ക്ഷീണമൊക്കെ ആയത്. ഇപ്പോൾ തന്നെ ഒരു 3/4 ഭാഗത്തോളം ഈ ഒരു സൂ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല, കാരണം എല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ മങ്കീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് വെറൈറ്റി ആയിട്ട്. ഇതേ കണ്ടില്ലേ, ഓടി കളിക്കുന്നു, ചാടി കളിക്കുന്നു, തൂങ്ങി ഓടുന്നു. ഇത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്ത് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് കണ്ടു നിന്ന് നമുക്കിങ്ങനെ കുറേ ടൈം കളയാം. പക്ഷേ നമുക്കത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റായിട്ട് കാഴ്ചകൾ കാണുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ അത് ഭയങ്കര രസമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് നേരം വീഡിയോയിൽ ഇതന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ്. പിന്നെ നമ്മളിതേ വീണ്ടും ജിറാഫിൻ്റെ അടുത്തെത്തിയിട്ടോ. ഇവിടെ 2 ഏരിയയിൽ നമുക്ക് ജിറാഫിനെ കാണാൻ സാധിക്കും. ഇങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് ഈ അലൈൻ സൂവിൽ വന്നാൽ കാണാം. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നടന്ന് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മൂവീസിലൊക്കെ ക്രൂരനായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഹൈന, മൂപ്പരെയും കൂടി കണ്ടിട്ട് അലയിലെ വിശാലമായ കാഴ്ചകളോട് ഇട പറയാം. പോകുന്ന വഴിക്ക് തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രാവിലെ പറഞ്ഞ ആ ഒരു മഴയില്ലേ, നമുക്കത് പോകുന്ന വഴിക്ക് കിട്ടിയിട്ടോ. ദുബായിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് മഴ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം. ബൈ.